ഗാസ യുദ്ധത്തിലേക്ക് നയിച്ച ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന്റെ ഓർമ്മ ഇന്നും ലോകമനസാക്ഷിയെ നടുക്കുന്നതാണ്. 2023 നടന്ന കൂട്ടക്കുരുതിയിൽ 1195 പേർ ആണ് കൊല്ലപ്പെട്ടത്. 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഗാസയുടെ പൂർണ്ണ നാശത്തിലേക്ക് നയിച്ച യുദ്ധത്തിന് തുടക്കം കുറിച്ച സംഭവം മാസങ്ങളോളം മധ്യേഷ്യയെ തന്നെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത് ആണ് ചേരുന്നത്. മനു, 2 വർഷമായിട്ടും പരിഹരിക്കപ്പെടാത്ത യുദ്ധം, ആ യുദ്ധത്തിൻ്റെ തുടക്കം 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം തന്നെയായിരുന്നു. ആ ദിവസത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുക? അഭിലാഷ്, അത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. സിംചാറ്റ് ദിവസവും അതുപോലെ ഷബാത്തും ഒക്കെ ഒന്നിച്ചു വന്നൊരു ദിവസം. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ആ ദിവസമാണ് അവിടെ ഈ കൂട്ടക്കുരുതി നടന്നത്. പല വഴികളിലൂടെ ഹമാസിലെ അംഗങ്ങൾ ഇസ്രായേലിലേക്ക് കടന്നു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കരമാർഗം, കടൽ മാർഗം, പിന്നെ പാരാഗ്ലൈഡറുകൾ ഉപയോഗിച്ച് അവർ സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ണുകൾ വെട്ടിച്ച് സിവിലിയൻ വീടുകൾക്ക് നേരെയൊക്കെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു. അന്ന് 1200ഓളം പേരുടെ മരണമാണ് ഉണ്ടായത്. ഇപ്പോൾ ഇസ്രായേൽ ആ യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ആ സംഭവത്തിന് ശേഷം നടന്ന മൊത്തം ആളുകളുടെ കണക്കുകൾ എടുക്കുമ്പോൾ തന്നെ അത് വലിയൊരു ശതമാനം 21 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടമായി. ഒരു വലിയൊരു വിഭാഗം ആളുകൾ ഇന്ന് അവരുടെ കുടുംബാംഗങ്ങൾ നഷ്ടമായതോർത്ത് വേദനിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ മറുവശത്ത് അന്ന് ഇസ്രായേൽ ഇതിനൊരു തിരിച്ചടി എന്ന നിലയിൽ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അയൺ സോഡ് വലിയ നാശമാണ് ഗാസയിൽ വിതച്ചത്. അവിടെ 67,000-ലധികം ആളുകൾ അവിടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിലേറ്റവും ആളുകളെല്ലാം വേദനിപ്പിക്കുന്നത് 20,000-ഓളം കുട്ടികൾ മരിച്ചു എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമയം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂറിൽ ഒരു കുട്ടി ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ടാകും. 33 മനുഷ്യർ മരിക്കുമ്പോൾ അതിലൊന്ന് വളരെ ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ അതിഭീകരമായ ഒരു ദുരന്തത്തിലേക്ക് ഗാസയെ തള്ളിവിട്ടത് ഹമാസിൻ്റെ ഈ ഒരു ലക്ഷ്യബോധമില്ലാത്ത ഈ ഒക്ടോബർ 7 നടന്ന ഒരു ആക്രമണമാണ്. അത് നേരത്തെ ഇസ്രായേൽ അധിനിവേശം നടത്തി, കയ്യേറ്റം നടത്തി, അതിനുള്ളൊരു പ്രതികാരമെന്ന നിലയിലൊക്കെ തന്നെ ഹമാസ് ന്യായീകരിക്കുമ്പോഴും ആ തീവ്രവാദം ഒരു ജനതയുടെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമല്ല എന്ന് തെളിയിക്കുകയാണ് ഈ ഒക്ടോബർ 7. കാരണം വികസനത്തിലേക്ക്, അതുപോലെ തന്നെ ഒരു ഐക്യത്തിലേക്ക്, സഖ്യതയിലേക്കൊക്കെ നീങ്ങേണ്ട ഒരു ജനതയെ പൂർണ്ണമായി കൊടും ദാരിദ്ര്യത്തിലേക്കും തൊഴിലില്ലായ്മയിലേക്കും അവിടുത്തെ പശ്ചാത്തല സൗകര്യം മുഴുവൻ തകരുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒക്കെ തള്ളിവിട്ടു. ഈ ആക്രമണത്തിൻ്റെ കാലയളവിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോയില്ല, ആശുപത്രികൾ കൃത്യമായി പ്രവർത്തിച്ചില്ല. പലപ്പോഴും ഈ ഹമാസ് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ടണലുകൾ നിർമ്മിക്കുകയും ആയുധശേഖരങ്ങൾ വർദ്ധിപ്പിക്കുകയും ആക്രമണങ്ങൾക്ക് എടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിനാണ് അവിടുത്തെ മുഴുവൻ സമ്പാദ്യവും ചെലവഴിച്ചത്. അത് ആ ഒരു ഗാസ മുനമ്പിനെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലേക്കുള്ള ദാരിദ്ര്യത്തിലേക്കും ദുരവസ്ഥയിലേക്കും തള്ളിവിട്ടതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നങ്ങൾ നേരിട്ട രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു വലിയ മകുടോദാഹരണമായി ഉയർന്നു നിൽക്കുകയാണ്. ആ സൗത്ത് ആഫ്രിക്കയിലെ വംശീയതയ്ക്കെതിരെ അല്ലെങ്കിൽ അവിടുത്തെ കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്കെതിരെയൊക്കെ ജനകീയമായ സംഘടിക്കലും അതുപോലെ അഹിംസയുടെ മാർഗത്തിലൊക്കെ നടന്ന ഇന്ത്യയിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ നടന്ന ഒരു പോരാട്ടം, ഇന്ത്യയിൽ അതിന് തുടക്കം കുറിക്കുന്ന മഹാത്മജി. അങ്ങനെ ആ ഒരു പോരാട്ടം നേടിയ വിജയം എത്ര മനോഹരമാണ് എന്ന് ലോകം നോക്കുമ്പോഴാണ് ഇതുപോലെ തീവ്രവാദം അമ്പയെ പരാജയപ്പെടുന്നതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഈജിപ്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. ബന്ദികളെ ഇപ്പോൾ ഇനി 20ഓളം ബന്ദികൾക്ക് മാത്രമേ ജീവനുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അവരെ എത്രയും പെട്ടെന്ന് വിട്ടയച്ചാൽ ബാക്കി കാര്യങ്ങൾ സമാധാനത്തിലേക്ക് നീങ്ങുമെന്നൊരു പ്രത്യാശയിലാണ് ലോകം. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക നഷ്ടം ഈ യുദ്ധം ഉണ്ടാക്കി. അയൺ ഡൂം എന്ന ഇസ്രായേലിൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ച് ലോകമൊക്കെ വാഴ്ത്തിപ്പാടുമ്പോൾ അതിൻ്റെ ചെലവ് വളരെ വലുതായിരുന്നു. ഒപ്പം ഗാസയ്ക്ക് നൽകേണ്ടി വന്ന വിലയും ഒട്ടും കുറവല്ല. അപ്പോൾ യുദ്ധം ആരെയും വളരാൻ അനുവദിക്കുന്നില്ല. മാത്രമല്ല അവിടെയെല്ലാം സാധാരണക്കാരായ നിഷ്കളങ്കരായ മനുഷ്യരെ കവചങ്ങളാക്കി വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് പലപ്പോഴും നടന്നത്. ആശുപത്രികൾക്ക് അടിയിൽ നിന്ന് ബോംബാക്രമണം നടത്തും. അപ്പോൾ പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ ആശുപത്രി തകരുന്നു. സ്കൂളുകൾക്ക് അടിയിൽ നിന്ന് ഈ റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ വർഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ സ്കൂളുകൾ തകരുന്നു. അപ്പോൾ ഇങ്ങനെ മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത യുദ്ധക്കൊതിയന്മാരുടെ ഒരു പോരാട്ടം മാത്രമായി യുദ്ധം അവസാനിക്കുകയാണ്. പക്ഷേ സമാധാനം പുലരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസവും വികസനവും അതുപോലെ ജനങ്ങളുടെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ഈ ഗാസ ഒരു വലിയ ഉദാഹരണമായി മാറുകയാണ്. 2 വർഷം പിന്നിടുമ്പോൾ ഇന്ന് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി പലരും പലയിടങ്ങളിലുമൊക്കെ വലിയ ആൾക്കൂട്ടങ്ങളായി ചേരുകയും ആ ഒക്ടോബർ 7 ദുരന്തം
അവർ അനുസ്മരിക്കുകയും അന്ന് ജീവൻ നഷ്ടമായവരെ ഓർക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ലോകത്തിന് ഇത് ഒരു വലിയ മാതൃകയായി നിൽക്കുന്നു. ഇവിടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പെഹൽഗാം കൂട്ടക്കുരുത്തി സമാനമായ ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇന്ത്യ വളരെ കൃത്യമായുള്ളൊരു തിരിച്ചടി ആണ് നടത്തിയത്. പക്ഷേ അതേസമയം നമുക്ക് ഗാസയിൽ കാണാൻ കഴിയുന്നത് അത് എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോയ ഇന്ത്യ നോൺ എസ്കലേറ്ററി അറ്റാക്ക് റിട്ടാലിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പൂർണ്ണമായ നാശത്തിലേക്ക് ഗാസയെ തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് കാര്യങ്ങൾ ചെയ്തത്. ഏതായാലും അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയമായി വേണമെങ്കിൽ ഈ യുദ്ധം അവസാനിച്ചാൽ അതിനെ ആളുകൾ നോക്കിക്കാണും. എങ്ങനെയായാലും ഈ യുദ്ധം അവസാനിക്കണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നു. സഹായഹസ്തങ്ങൾ ഗാസയിലേക്ക് ഇനി എത്തേണ്ടതുണ്ട്. അവിടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതിലേക്കൊക്കെ ഈ കുഞ്ഞുങ്ങളെ തള്ളിവിട്ടത് ആര് എന്ന് ചോദ്യമുയർന്നു. ഇസ്രായേലിനും ഹമാസും ഒരുപോലെ അതിൽ കുറ്റവാളികളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. തീവ്രവാദം ഒന്നിനും പരിഹാരമല്ല എന്ന് ഈ ലോകത്തെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഒക്ടോബർ 7-ൻ്റെ ഈ സംഭവം. തീർച്ചയായും 2 വർഷം പിന്നിടുമ്പോഴും യുദ്ധം അവസാനിക്കുന്നുമില്ല, യുദ്ധമൊന്നിനും പരിഹാരമല്ല എന്നും ലോകം ഒരിക്കൽ കൂടി കാണുകയാണ്.